ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 23-ാം തീയതി ഫെബ്രുവരി മൺഡേ ആണ്. 2 ഡേയ്സിന് ശേഷം മാർക്കറ്റ് വീണ്ടും റീഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് മുതൽ ഏകദേശം ഒരു 9:30 വരെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ്. ഈ രീതിയിൽ തന്നെയായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതിന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പം വേറെ രീതിയിലായിരിക്കാം മാർക്കറ്റ് മൂവ് ചെയ്യുക. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിലും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ചുമായിരിക്കണം. ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രൈഡേ വലിയൊരു മാർക്കറ്റ് ബൈ ട്രെൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ്, ഒരു 1 വീക്ക് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതായത് എല്ലാ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയകളെയും വളരെയധികം റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു മാർക്കറ്റാണ്. വളരെ സ്ലോലിയാണ് ഏത് ഡയറക്ഷനിലേക്കാണെങ്കിലും മാർക്കറ്റ് പോകുന്നത്. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയൊരു വലിയൊരു പെട്ടെന്നുണ്ടാകുന്ന ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും വളരെ ഫാസ്റ്റായിട്ടൊക്കെ പോകുന്നുണ്ടാവുക. അതൊക്കെ കൂടുതലും ന്യൂ ഇയർ സെഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 5106, 107 റേഞ്ചിലാണ്. അതിനുശേഷം ഇന്ന് 4:30 മാർക്കറ്റ് ഓപ്പൺ ആയത് അവിടെ നിന്ന് വലിയൊരു അപ്സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് 5172 റേഞ്ച് വരെ മാർക്കറ്റ് പോയിരുന്നു. അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വളരെ വലിയൊരു റിജക്ഷൻ വന്നിരുന്നു. 5129-30 റേഞ്ചിലേക്ക് വന്നിരുന്നു. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് 5176, 77 പോയിന്റിലേക്കാണ് പോയിരുന്നത്. ഇന്നത്തെ ഒരു ഹൈ റേറ്റ് വരുന്നത്, ഹൈ പ്രൈസ് എന്ന് പറയുന്നത് 5177 ആണ്. ഇനി അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിന്നാൽ മാത്രമാണ് 5180, 85, 90 റേഞ്ച് പോവുക. അതുപോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ എല്ലാ റെസിസ്റ്റൻസ് ഏരിയയിലും തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ആക്ഷൻ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ മാർക്കറ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്. അല്ലാത്ത തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന പോയിന്റുകൾ ഒരു സപ്പോർട്ടോ അല്ലെ റെസിസ്റ്റൻസോ ഏരിയകളാണെങ്കിൽ മാർക്കറ്റ് നമ്മൾ എടുക്കുന്ന ഇതിൽ നിന്ന് വളരെ വേഗത്തിൽ റിവേഴ്സ് പോകാനും നമ്മളുടെ SL ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുള്ളായിട്ട് മാത്രം ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ്, അതായത് എല്ലാ ഹയർ ടൈം ഫ്രെയിമുകളും എല്ലാം XAUST ബൈയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ കൂടുതൽ സേഫായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി റിജക്ഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിലവിലത്തെ മൂവ്മെൻറ്റ് അനുസരിച്ച് 5177, 74, 76, 68 പോയിൻ്റൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെയൊന്നും അതിനെയൊന്നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് 5150, 50 to 55 വരെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. വളരെ സ്ട്രോങ് അല്ല, അത് വളരെ വേഗത്തിൽ തന്നെ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5132, 29 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആവും. അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ്. അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 5128 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ 5118, 16 റേഞ്ചിലേക്കൊക്കെ വരും. 5108, 5112, 16 റേഞ്ചുകളൊക്കെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. 5108 ബ്രേക്ക് ചെയ്താൽ 5080, 90 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. 80, 85, 90 റേഞ്ചിലൊക്കെ അവിടെ അതും ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. നിലവിൽ ചിലപ്പോൾ അത്രയും ഡൗൺ ആകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും നമുക്കൊരു 5128, 29, 30, 32 റേഞ്ചൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ 5144, 5150 റേഞ്ചുകളായിരിക്കും ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 5177 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5188, 90 റേഞ്ചൊക്കെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്ന് മാർക്കറ്റ് വേണ്ടി പോവുകയാണ്. 5200 ക്രോസ് ചെയ്ത് 5202 എന്ന് പറയുന്ന പോയിന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. 5212, അതുപോലെ തന്നെ 5218, 19, 21 റേഞ്ചൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 5248, 50 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് പോവുകയുള്ളൂ. പക്ഷെ നിലവിൽ ഇപ്പോൾ രണ്ട് സൈഡിലേക്കുമുള്ള ഒരു മൂവ്മെൻ്റ് ആണുള്ളത്. വളരെയധികം സൈഡ് വേസ് മാർക്കറ്റാണ്. സൈഡ് വേസ് മാർക്കറ്റ് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നല്ലതുപോലെ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ട് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് ഈ ഒരു ഡേ ടൈമിൽ സെല്ലെടുക്കാനും ബൈ എടുക്കാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ വളരെയധികം പ്രൈസ് നോക്കിയിട്ട്
നോക്കിയിട്ടും നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈം സോൺ, ആ ഒരു ടൈം ഏരിയ ഏതാണ് മാർക്കറ്റ് ശരിക്കും ആക്ഷൻ നടക്കുന്നതെന്നും ക്യാൻഡിൽ ഏതാണെന്നുള്ളതും വിക്കിൻ്റെ ഒരു ലെങ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യുക. ഏത് ട്രേഡ് എടുത്താലും കറക്റ്റ് എസ് എല്ലും അവരവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടുള്ള കറക്റ്റ് എസ് എല്ലും വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ XYSDന് അനാലിസിസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്